തൃശൂർ DCCയിലെ കൂട്ടത്തല്ലിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെ കേസ്. അന്യായമായി സംഘം ചേർന്ന് തടഞ്ഞുവെച്ചുവെന്ന DCC സെക്രട്ടറി സജീവന്റെ പരാതിയിലാണ് കേസെടുത്തത്. അതേസമയം ഇന്നലെ ഏറ്റുമുട്ടിയ കെ മുരളീധരൻ ജോസ് വള്ളൂർ ആനുകൂലികൾക്കെതിരെ നടപടിക്ക് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി. KPCC അധ്യക്ഷൻ നാളെ തൃശൂരിലെത്തും. DCCയുടെ ചുമതല മുതിർന്ന സംസ്ഥാന നേതാവിന് നൽകാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി അല്ലമീനുണ്ട്. അമീൻ, ഇപ്പോൾ DCCയിലെ കൂട്ടത്തല്ല് പോലീസ് കേസിലേക്ക് വരെ എത്തിയിരിക്കുകയാണല്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ച് വല്ലാത്ത നാണക്കേടിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുമ്പോഴും തൃശൂർ വിഷയത്തിൽ കൂട്ടത്തല്ലുണ്ടായത് പാർട്ടിക്കാകമാനം നാണക്കേടുണ്ടായിരിക്കുന്നു. അത് നിയമ നടപടികളിലേക്ക് കൂടി കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം DCC ആസ്ഥാനത്ത് ചേരിതിരിഞ്ഞുണ്ടായ സംഘർഷത്തിൽ DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറ നൽകിയ പരാതിയിലാണ് അന്യായമായി തടഞ്ഞുവെച്ച് മർദ്ദിച്ചു എന്ന കേസിൽ ഇപ്പോൾ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജോസ് വള്ളൂർ, അതുപോലെ തന്നെ DCC സെക്രട്ടറി TM ചന്ദ്രൻ, മറ്റൊരു DCC സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ, TM രാജീവ്, പ്രമോദ്, വിമൽ, വിനോദ് തുടങ്ങി കണ്ടാലറിയാവുന്ന 7 പേരും ഈ പറയുന്ന 7 പേരും കണ്ടാലറിയാവുന്ന മറ്റ് 13 പേരും, അങ്ങനെ 20 പേർക്കെതിരെയാണ് കേസ്. ഈ പരാതിയിൽ സജീവൻ കുര്യച്ചിറ പരാതിയിൽ പറയുന്നത് കെ മുരളീധരന്റെ തോൽവിയിൽ DCC അധ്യക്ഷന് പങ്കുണ്ട് എന്ന തരത്തിൽ DCC ആസ്ഥാനത്ത് പോസ്റ്ററുകൾ ഉയർന്നിരുന്നു. ഈ പോസ്റ്റർ താനും ഒപ്പമുള്ളവരുമാണ് പതിച്ചത് എന്ന തെറ്റിദ്ധാരണ മൂലം ഒരു വിഭാഗം DCC ഓഫീസിൽ തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇത് വിശദീകരിച്ച് നിൽക്കുന്നതിനിടെയാണ് മറ്റൊരു പ്രവർത്തകനാണ് അങ്ങനെ ചോദ്യം ചെയ്തത്. അത് തടയാൻ ചെന്ന തന്നെ DCC അധ്യക്ഷൻ കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളിയിട്ടു എന്നും പുറത്ത് ശക്തമായി അടിക്കുകയും തള്ളുകയും ചെയ്തു, മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. ഈ മർദ്ദനത്തിൽ കഴുത്തിലും ശരീരത്തിലും ചതവ് പറ്റി ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടായി എന്നുകൂടിയും സജീവൻ കുര്യച്ചിറ പരാതി നൽകിയിരിക്കുന്നു. ഏതായാലും ആ പരാതിയിൽ DCC അധ്യക്ഷൻ ഉൾപ്പെടെ 20 പേർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായ നടപടിക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞു. KPCC അധ്യക്ഷനോടാണ് KC വേണുഗോപാൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള കർശന നടപടിക്കാണ് നിർദ്ദേശം. നാളെ KPCC അധ്യക്ഷൻ K സുധാകരൻ തൃശൂരിലെത്തും. ജില്ലാ നേതൃത്വവുമായും മറ്റു പരാതികളുള്ള ആളുകളുമായും അദ്ദേഹം നേരിട്ട് സംസാരിച്ച റിപ്പോർട്ട് തയ്യാറാക്കി ദേശീയ നേതൃത്വത്തിന് സമർപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ K മുരളീധരൻ പരാതികളും പരിഭവവും പറഞ്ഞിരുന്നു. ഈ തർക്കങ്ങളും സംഘർഷവും ഉണ്ടാകുമ്പോൾ തന്നെ ഇടപെടാൻ ആരുമില്ലാതെ നാദരില്ല കളരി പോലെയായിരുന്നു തൃശൂർ കോൺഗ്രസിന്റെ സാഹചര്യം. ഏതായാലും നിലവിൽ ഒരു കൂട്ടത്തല്ലിലേക്ക് കാര്യങ്ങൾ പോയ സാഹചര്യത്തിൽ തൃശൂർ DCCയുടെ ചുമതല മുതിർന്ന കോൺഗ്രസ് നേതാവിന് നൽകാനുള്ള സാധ്യതയും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അത്തരം ചില ചർച്ചകൾ കൂടി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെ KPCC അധ്യക്ഷൻ തൃശൂർ സന്ദർശിച്ചതിന് ശേഷമോ ആയിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക.